അഭിവം. അപ്പോൾ ഇന്ന് നമ്മൾ ഘർ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹാ കലി കോൺ ഹെ ഓർ ഖിലി ഖിലി കാ മത്ലബ് ക്യാ ഹോഗ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ കലി എന്ന് പറയുന്നത് ആരെയാണ്, അതുപോലെ തന്നെ ഈ കഥയില് ഖിലി ഖിലി എന്നുള്ള ഒരു പദപ്രയോഗം ഉണ്ട്, അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കുകയാണെങ്കിൽ യഹാ കലി ചിപ്കലി കോ കഹാ ഗയാ ഹെ. ഇവിടെ കലി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ചിപ്കലി അതായത് പല്ലിയെയാണ്. ഖിലി ഖിലി കാ മത്ലബ് ഹെ ഖുഷ് ഓർ പ്രസന്റ്. ഇവിടെ ഖിലി ഖിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഖുഷ് ഓർ പ്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെ പ്രസന്നതയോടെ ഇരിക്കുന്ന ചിപ്കലിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിപ്കലി നയാ ഘർ മിൽനെ കി ഖുഷി മേ ഉസ് ദിൻ ബഹുത് പ്രസന്ന ഥി. അതായത് ആ ചിപ്കലി, ആ പല്ലിക്ക് നയാ ഘർ മിൽനെ കി ഖുഷി മേ, പുതിയ വീട് കിട്ടിയതിന്റെ സന്തോഷത്തില് ഉസ് ദിൻ ബഹുത് പ്രസന്ന ഥി, അന്നത്തെ ദിവസം വളരെ പ്രസന്നതയോടെയാണ് ആ ചിപ്കലി ഇരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓ ചിപ്പു मैं तुम्हारा दर्द समझ सकता हूँ, यहाँ दूसरों का दर्द समझने का मतलब क्या है. അതായത് ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, ഓ ചിപ്പു നിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക എന്ന് ഉള്ളത് കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഇസ്കാ മത്ലബ് ഹെ സഹാനുഭൂതി രത്ന. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഹാനുഭൂതി കാണിക്കുക എന്നുള്ളതാണ്. ദൂസറോं की तकलीफ को अपनी तकलीफ जैसा महसूस करना. തക്ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, വേദന എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ സ്വന്തം ബുദ്ധിമുട്ടുകളായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതേപോലെ മെഹസൂസ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്റെയും കൂടി ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുക. गिरगिट खुद भी घर बदलने का दर्द झेल चुका था, इसलिए वह छिपकली की परेशानी को अच्छे से समझ पाया. അതായത് ഈ ഗിർഗിട്ട്, അതായത് ഈ ഓന്ത് സ്വയം തന്നെ വീട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ദർദ് ഝേൽ ചുക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇസ്ലിയെ വ ചിപ്കലി കി പരേഷാനി കോ അച്ഛേ സെ സമജ് പായ. അതുകൊണ്ട് തന്നെ ആ ഗിർഗിട്ടിന് ചിപ്കലീന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹമാരി തര ദീവാറോ ഖിड़कियों या छत से उनका खास लेना देना नहीं है, यहाँ फरहाद के प्रति प्राणियों का कौन सा मनोभाव प्रकट होता है എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ इससे पता चलता है कि प्राणी फरहाद को अपने जैसा घर का सदस्य नहीं मानते. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള ജീവജാലങ്ങള് ഫർഹാദിനെ തങ്ങളെപ്പോലെയുള്ള ഒരാളായിട്ടല്ല കരുതുന്നത്. वे उसे एक अलग दूर का प्राणी मानते हैं जिसका घर में रहने के तरीके से कोई ഗഹരാ നാത്ത നെഹി ഹെ. ഗഹരാ നാത്ത എന്ന് വെച്ച് കഴിഞ്ഞാലും ആഴത്തിലുള്ള ബന്ധം എന്നുള്ളതാണ്. അപ്പൊ അവര് ഈ ഫർഹാദിനെ ഒരു അലഗ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ദൂർക്ക പ്രാണി മാനത്തെ ഹെ, മറ്റൊരു തരത്തിലുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് കരുതുന്നത്. ജിസ്ക ഘർ മേ രഹനെ കെ തരീക്കെ സെ കോയി ഗഹരാ നാത്ത നെഹി ഹെ. ഈ വീട്ടിൽ താമസിക്കുന്ന രീതികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു തരം ജീവിയായിട്ടാണ് അവര് ഫർഹാദിനെ കാണുന്നത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് അവർക്ക് അറിയാം. അങ്ങനെ തന്നെയാണ് അവര് ഫർഹാദിനെ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സാധാരണ ഈ ജീവികളൊക്കെ എന്താ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ജനലിന്റെ എവിടെ അല്ലെങ്കിൽ വാതിലിന്റെ എവിടെ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അല്ലെ. പക്ഷെ ഫർഹാദ് അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ ഫർഹാദ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് അറിയാം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തന്നിട്ടുള്ള ഒരു പൂ പോലത്തെ ഒരു ഫിഗർ ഉണ്ട്. സെന്ററിൽ പ്രകൃതി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ പ്രകൃതി എന്ന് പറയുന്നത് ആരുടെയൊക്കെ വീടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫർഹാദിന്റെ വീടാണ്, മക്ഡിയുടെ വീടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. छिपकली का घर, चिड़िया का घर, चूहे का घर, गिलहरी का घर, തത്തയ്യ കാ ഘർ, മഖി മच्छर കാ ഘർ. ഇനിയിപ്പം നിങ്ങൾക്ക് മേണ്ടക്ക ഘർ അല്ലെങ്കിൽ ചീന്റി കാ ഘർ എന്നൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാട്ടോ. അപ്പം പ്രകൃതി എന്ന് പറയുന്നത് ആരുടെയൊക്കെ വീടാണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പര്യാവരൺ സെ ഘർ ശീർഷക ക്യാ സംബന്ധ് ഹെ അപ്ന വിചാർ ലിഖേ. അതായത് ഈ ഒരു കഥയ്ക്ക് ഘർ എന്നാണല്ലോ പേര് കൊടുത്തിട്ടുള്ളത്.
ആ ഘർ എന്നുള്ള ശീർഷകം എന്താണ്, പ്രകൃതിയുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അതിന് ആൻസർ നോക്കാം നമുക്ക്. എന്താണ്, पर्यावरण से घर शीर्षक का संबंध। इस कहानी में घर सिर्फ इंसान का मकान नहीं है. ഈ ഒരു കഥയില് ഘർ എന്ന് പറയുന്നത്, എന്താ, വീട് എന്ന് പറയുന്നത് സിർഫ് ഇൻസാൻ കാ മക്കാൻ നെഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻസാൻ എന്ന് വെച്ചാൽ മനുഷ്യൻ, മനുഷ്യന്റെ മക്കാൻ എന്ന് വെച്ചാൽ ബിൽഡിങ്. അപ്പം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് മാത്രമല്ല എന്താണ് ഈ ഒരു കഹാനിയിലെ ഘർ എന്ന് പറയുന്നത്. ബൽക്കി, ബൽക്കി എന്ന് പറഞ്ഞാൽ മറിച്ച്, छिपकली मकड़ी चींटी ततैया चूहा गिलहरी സബി പ്രാണിയോ കാ സാझ ഘർ ഹെ. സാझ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്ന എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ മാത്രമല്ല, മേൽ പറഞ്ഞ എല്ലാ ജീവികളും ഷെയർ ചെയ്യുന്ന അവരുടെ ഒരു വീടാണ് ഈ ഒരു കഥയിലെ വീട് എന്ന് പറയുന്നത്. യഹ് ദിഖാതാ ഹെ കി പര്യാവരൺ മേ ഹർ ജീവ് കാ അപ്നാ സ്ഥാൻ ഹോത്താ ഹെ. ഇത് കാണിക്കുന്നത് പര്യാവരൺ, പ്രകൃതിയില് എന്താണ്, ഓരോ ജീവിക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. और असली घर वह है जहां सब मिलजुल कर रहते हैं. അസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള എന്നാണ്. അപ്പം യഥാർത്ഥമായ വീട് എന്ന് പറയുന്നത് എവിടെയാണോ എല്ലാവരും മിൽ ജുൽക്കർ രഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചു കൂടിയിട്ട് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും ഒന്നിച്ചു കൂടി ജീവിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥമായ വീട് എന്ന് പറയുന്നത്. ഇൻസാൻ കാ ഘർ ബനാന ദൂസരെ പ്രാണിയോ കെ ലിയെ ഭി ഘർ ബനാന ഹെ. മനുഷ്യര് വീട് വെക്കുക എന്ന് പറയുന്നത് മറ്റുള്ള ജീവികൾക്ക് കൂടി വെക്കുന്ന വീടാണ്. इसलिए हमें पर्यावरण और उसमें रहने वाले सभी जीवों का ध्यान रखना चाहिए. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഈ പ്രകൃതിയിലെ എല്ലാ ജീവികളെയും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളെയും കൂടി നമ്മൾ കണക്കിലെടുക്കണം എന്നാണ് പറയുന്നത്. അവരെ കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ധ്യാൻ രഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് എല്ലാം സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യണം. പ്രകൃതിയിൽ മനുഷ്യർ മാത്രമല്ല, എന്താ, മറ്റു ജീവികളും ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദേഖേ വാക്യ ക്യാസെ ബൻതേ ഹെ. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ഇന്ന് തന്നിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയ സെന്റൻസ്, എന്നിട്ട് പിന്നെ അതിനെ വലുതാക്കി 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 കൊണ്ടുവരികയാണ്. അപ്പൊ ഈ എക്സാമ്പിള് നോക്കുക, എന്നിട്ട് അതുപോലെ തന്നെ വേറെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിനെ ഇതുപോലെ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ, ഉൻഹോനെ ലൈറ്റ് ജലായി, അദ്ദേഹം ലൈറ്റ് ഓൺ ആക്കി എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഉൻഹോനെ ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ആക്കി എന്നാണ്. ഉൻഹോനെ മക്കാൻ മേ ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം ആ ബിൽഡിങ്ങിലെ എല്ലാ സ്ഥലത്തുള്ള ലൈറ്റ് ഓൺ ആക്കി. ഉൻഹോനെ നയേ മക്കാൻ മേ ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം പുതിയ ബിൽഡിങ്ങിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ആക്കി. ഉൻഹോനെ അപ്നെ നയേ മക്കാൻ മേ ഹർ ജഗ കി ലൈറ്റ് ജലായി, അദ്ദേഹം തന്റെ പുതിയ ബിൽഡിങ്ങിലെ എല്ലാ സ്ഥലത്തും ഉള്ള ലൈറ്റ് ഓൺ ആക്കി. ഉൻഹോനെ ദോ കമരെ കിച്ചൺ और बरामदे वाले अपने नए मकान में हर जगह की लाइट जलाई. അദ്ദേഹം എന്താ ചെയ്തത്, ദോ കമരെ, രണ്ട് റൂം, കിച്ചൺ, അതുപോലെ തന്നെ ബരാംദെ, അതായത് വരാന്ത ഉള്ള തന്റെ പുതിയ ബിൽഡിങ്ങിലെ എല്ലാ സ്ഥലത്തുള്ള ലൈറ്റ് ഓൺ ആക്കി. ലാസ്റ്റ് എന്താ പറയുന്നത്, ഉൻഹോനെ ദോ കമരെ കിച്ചൺ और बरामदे वाले अपने नए मकान में ഹർ ജഗാക്കി ലൈറ്റ് ജലായി. അത് വീണ്ടും എടുത്തെഴുതിയിരിക്കുകയാണ്. ആദ്യം ഇങ്ങനെയാണ്, ഉൻഹോനെ ലൈറ്റ് ജലായി വെച്ചിട്ടാണ് തുടങ്ങിയത്. ലാസ്റ്റ് ഇത്രയും വലിയൊരു സെന്റൻസിൽ വന്ന് അവസാനിച്ചു. അപ്പം അടുത്ത സെന്റൻസ് ഇതുപോലെ നിങ്ങളോട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫർഹാദ് ടെഹൽനെ നിക്ല, ഫർഹാദ് എന്താണ് നടക്കാനായിട്ട് ഇറങ്ങി. ഇനി അത് ഇതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ എഴുതേണ്ടതെന്ന്. അങ്ങനെ ഫർഹാദ് നടക്കാനായിട്ട് ഇറങ്ങി. ഫർഹാദ് ഷാം കോ ടെഹൽനെ നിക്ല, ഫർഹാദ് എന്താണ് വൈകുന്നേരമാണ് നടക്കാനായിട്ട് ഇറങ്ങിയത്. ഫർഹാദ് ഷാം കോ ബഗീച്ചെ മേ ടെഹൽനെ നിക്ല, ഫർഹാദ് വൈകുന്നേരം എവിടെയാണ് നടക്കാനായിട്ട് ഇറങ്ങിയത്, ബഗീച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിലാണ്. ഫർഹാദ് ഷാം കോ ഘർ കെ പാസ് വാലെ ബഗീച്ചെ മേ ടെഹൽനെ നിക്ല, ഫർഹാദ് വൈകുന്നേരം വീടിന്റെ അടുത്ത്, ഘർ കെ പാസ് എന്ന് വെച്ചാൽ വീടിന്റെ അടുത്തുള്ള ബഗീച്ചയിലാണ് എന്താണ് നടക്കാനായിട്ട് പോയത്. ഫർഹാദ് റോസ് ഷാം കോ ഘർ കെ പാസ് വാലെ ബഗീച്ചെ മേ ടെഹൽനെ നിക്ല, അതായത് ഫർഹാദ് റോസ് ഷാം കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വീടിന്റെ അടുത്തുള്ള ആ ബഗീച്ച, ആ ഒരു ഗാർഡന്റെ അവിടെ നടക്കാനായിട്ട് ഇറങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രേഖാങ്കിത് ശബ്ദവും പർ ധ്യാൻ ദേ. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഗിർഗിറ്റിനെ റംഗ് ബദൽത്തെ ഹുए കഹാ. അപ്പോ ഓന്ത് നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഫർഹാദ് നെ ചപ്പൽ കോ ആഹിസ്തെ സെ ഉഠായ. ഫർഹാദ് ആ ചെരുപ്പ് ആഹിസ്തെ സെ എന്ന് വെച്ചാൽ പതുക്കെ, ഉഠായ എന്താണ് എടുത്തു. छिपकली ने चारों ओर नजर घुमाकर देखा. छिपकली നാലുപാടും എന്താണ് ഒന്ന് കണ്ണ് ഓടിച്ചിട്ട് നോക്കി. ചാറോ ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലുപാടും ചുറ്റുപാടും, നസർ ഘുമാക്കർ എന്ന് വെച്ചാൽ കണ്ണ് ഓടിച്ചിട്ട് ഒന്നിങ്ങനെ നോക്കിയിട്ട് എന്നുള്ള അർത്ഥമാണ്. ക്രിയ കെ സാത്ത് രേഖാങ്കിത് ശബ്ദോ കാ സംബന്ധ പെഹചാനെ കഹാനി സെ ऐसे വാക്യ ചുൻകർ ലിഖേ എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ക്രിയയുമായിട്ട് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിനുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെയുള്ള വാക്യം എന്താണ് ഈ കഹാനിയിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. രംഗ് ബദൽത്തെ ഹുए കഹ. അതായത് കഹ എന്നുള്ളതാണ് ക്രിയ, അതിന്റെ ഒരു വിശേഷണമാണ് രംഗ് ബദൽത്തെ ഹുए എന്നുള്ളത്. അതുപോലെ തന്നെ ഉഠാന എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ. അഹിസ്തേസ് എന്നുള്ളത് അതിനെ വിശേഷിപ്പിക്കുന്നതാണ്, എങ്ങനെ പറഞ്ഞു, എങ്ങനെ എടുത്തു. അതുപോലെ തന്നെ ദേഖ്ന എന്നുള്ളതാണ് മൂന്നാമത്തെ സെന്റൻസിലെ ക്രിയ. അത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതെന്താണ്, ക്രിയാവിശേഷണാണ്. അപ്പോ ഈ ഒരു ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ गिरगिट में रंग बदलते हुए कहा എന്ന് പറഞ്ഞാൽ ഇവിടെ रंग बदलते हुए बताता है कि ക്രിയ കഹാ കിസ് തര സെ ഹുയി ഹെ. ക്രിയ എങ്ങനെയാണ്, എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർഹാദ് നെ ചപ്പൽ കു ആഹിസ്തെ സെ ഉഠായ എന്നുള്ളതില് ആഹിസ്തെ സെ ക്രിയ കെ ഹോനെ കാ ഢങ് ബതാത്ത ഹെ. ക്രിയ എങ്ങനെയാണ് നടന്നത് എന്നാണ് പറയുന്നത്, ആഹിസ്തെ സെ എന്നുള്ള വാക്ക്. ചിപ്കലി നെ ചാറു ഓർ നസർ ഘുമാക്കർ ദേഖ. എന്താണ് ഈ പല്ലി നാലുപാടും കണ്ണൊടിച്ചു നോക്കി എന്ന് പറയുമ്പോൾ ചാറു ഓർ നസർ ഘുമാക്കർ ക്രിയ കെ തരീക്കെ കോ ദർശാത്ത ഹെ. ആ ക്രിയയുടെ രീതിയെയാണ് അത് കാണിക്കുന്നത്. ഈ സബി ശബ്ദ ക്രിയാവിശേഷൻ ഹെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്, അത് ക്രിയാവിശേഷനാണ്. പിന്നെ സ്റ്റോറിയിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കടീനെ ഫുസ് ഫുസാത്തെ ഹുए കഹ എന്നുള്ളതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പം പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ പതുക്കെ പിറുപിറുക്കുന്നത് പോലെ ചെറിയ സൗണ്ടിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ധ്യാൻ ദേ യേ വാക്യ കിൻകെ ബാരമേ ഹെ. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങൾ ആരെ കുറിച്ചിട്ട് ഉള്ളതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. മേരാ തജുർബ कहता है कि छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है എന്ന് ഇതാരാ പറഞ്ഞത്, गिरगिट ആണ് പറഞ്ഞത്. सच पूछो तो वे बहुत थोड़ी सी जगह लेते हैं इस मकान में. हमारी तरह दीवारों, खिड़कियों या छत से उनका खास लेना देना नहीं है. ഇതാരാ പറഞ്ഞത്, छिपकलिയാണ് പറഞ്ഞത്. वे बहुत खुश है कि नए घर में उनका परिवार बढ़ रहा है और सभी खुश है. ഇതാരിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഫർഹാദിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖിയെ എന്നാണ് പറയുന്നത്. ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ അത് നോക്കാം നമുക്ക്. ഫർഹാദ് एक सीधा साधा संतोषी इंसान है. ഫർഹാദ് ഒരു സീതാ സാധാ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താണ്, ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. സന്തോഷി ഇൻസാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഒരു വളരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് എന്നുള്ള അർത്ഥമാണ്. वह रोजी रोटी के लिए देर रात तक बाहर काम करता है और रात को थका हारा घर लौटता है. ഈ ഫർഹാദ് റോസി റോട്ടി കെ ലിയെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ജീവിക്കാൻ വേണ്ടിയിട്ട്, അന്നത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ദേർ രാത് തക് ബാഹർ കാം കർത്താ ഹെ. ഒരുപാട് ലേറ്റ് ആയിട്ട് എന്താണ് പുറത്ത് ജോലി ചെയ്യും. എന്നിട്ട് ലേറ്റ് ആവുന്നത് വരെ, ഒരുപാട് സമയം വരെ എന്താണ് പുറത്ത് ജോലി ചെയ്യും എന്നുള്ളതാണ്. और रात को थका हारा घर लौटता है. എന്നിട്ട് രാത്രി थका हारा എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിതനായിട്ട് घर लौटता है, വീട്ടിലോട്ട് വരും. वह प्रकृति प्रेमी है. प्रकृतिയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. छिपकली के अंडे और मकड़ी का जाला देकर परेशान नहीं होता बल्कि खुश होता है. എന്താണ് ഈ छिपकलिയുടെ അണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിയുടെ മുട്ട കണ്ടാല്, അതുപോലെ തന്നെ മക്കടി കാ ജാല ദേക്കർ ഈ എട്ടുകാലിയുടെ ഒക്കെ ചിലന്തിയുടെ വലയൊക്കെ കണ്ടിട്ട് പരേഷാൻ നഹി ഹോത്ത, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാളല്ല, ബൽക്കി ഖുഷ് ഹോത്ത ഹെ, മറിച്ച് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കി ഉസ്കാ പരിവാർ ബഡ് രഹാ ഹെ, എന്റെ പരിവാർ, എന്റെ
ഫാമിലി വലുതാവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഫർഹാദ്. जब चप्पल के नीचे मेंढकियां मिलती है तो वह उन्हें मारता नहीं बल्कि प्यार से उठाकर बाहर छोड़ देता है. അതായത് ഈ ചെരുപ്പിന്റെ അടിയിലായിട്ട് ഈ തവള കുഞ്ഞുങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, അതിനെ കൊല്ലല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ സന്തോഷത്തോട് കൂടിയിട്ട് ഉഠാക്കർ എടുത്തിട്ട് ബാഹർ ഛോടാത്താഹെ പുറത്ത് കൊണ്ടാക്കിയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനെ കൊല്ലുന്നതിന് പകരം അതിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വ ഇസ് ബാത് സെ അൻജാൻ ഹൈ കി ഉസ്കെ ഘർ മേ കിതനെ പ്രാണി ഉസ്കെ സാത്ത് രഹത്തെ ഹൈ. ആ ഒരു വ്യക്തി എന്താണ് ഇസ് ബാത് സെ അൻജാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം അറിയുന്നില്ല എന്നുള്ളതാണ്. ഉസ്കെ ഘർ മേ കിത്തനെ പ്രാണി ഉസ്കെ സാത്ത് രഹത്തെ ഹെ. തന്റെ വീട്ടില് തന്നോടൊപ്പം എത്ര ജീവികളാണ് ഉള്ളത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഫർഹാദിന് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. ഫിർബി എന്നിരുന്നാലും വ ഉൻ സബ്കെ ലിയെ സഹൻശീൽ ഓർ ദയാലു ഹെ. ഫർഹാദ് എന്താണ് ആ പ്രാണി, അതായത് ആ മൃഗങ്ങളെ, ആ ജീവികളെ കുറിച്ചൊക്കെ, ആ ജീവികളോടൊക്കെ വളരെ ദയയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ആ വീട്ടിൽ എത്ര ഇത്തരം ജീവികൾ ഉണ്ടെന്ന് ഫർഹാദ് അറിയുന്നില്ല, എന്നാലും എപ്പോഴെങ്കിലും അവയൊക്കെ കാണുന്ന സമയത്ത് കരുണയോട് കൂടിയിട്ടും ദയയോട് കൂടിയിട്ടുമാണ് അവയോട് പെരുമാറുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. चर्चा करें, प्रकृति में हर प्राणी की अपनी जगह होती है, क्या आप इससे सहमत है? कारण बताएं. അതായത് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. ഹാ മേ ഇസ് ബാത് സെ സെഹമത് ഹൂ. അതെ, ഞാൻ ഈ കാര്യത്തോട് സെഹമത് ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിക്കുന്നു എന്നാണ്. പ്രകൃതി മേ ഹർ ജീവ് ചാഹെ വ ഛോട്ടി ചീട്ടി ഹോ യാ ബഡാ ഇൻസാൻ കാ അപ്നാ മഹത്വ ഓർ അപ്നി ജഗ ഹോത്തി ഹെ. അതായത് പ്രകൃതിയിലെ ഓരോ ജീവിക്കും, അത് എന്താണ് ചോട്ടി ചീട്ടി ആയാലും, അതായത് ചെറിയൊരു ഉറുമ്പായാലും, അതോ വലിയ ഇൻസാൻ മനുഷ്യനായാലും, സബ്ക അപ്ന മഹത്വ ഓർ അപ്നി ജഗ ഹോത്തി ഹെ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മഹത്വവും അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനവും ഉണ്ട്. ഹർ പ്രാണി കിസി ന കിസി തരഹ സെ പര്യാവരൺ കെ സന്തുലൻ മേ യോഗ്ദാൻ ദേത്താ ഹെ. ഓരോ ജീവിയും ഏതെങ്കിലുമൊക്കെ തരത്തില് പര്യാവരൺ കെ സന്തുലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ ബാലൻസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, സന്തുലിതാവസ്ഥയിൽ വെക്കാനായിട്ട് യോഗ്ദാൻ ദേത്താ ഹെ, അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജൈസെ മക്കടി കീടെ ഖാക്കർ ഉൻകി സംഖ്യ നിയന്ത്രിത് രഖ്തി ഹെ ചിടിയ ബീജ് ഫെലാത്തി ഹെ. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണോ മക്കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലന്തി, കീടെ ഖാക്കർ, അതായത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ കീടങ്ങളൊക്കെ കഴിച്ചിട്ട് ഉൻകി സംഖ്യ നിയന്ത്രിത രഖ്തി ഹെ, അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ പക്ഷികൾ ബീജ് ഫെലാത്തി ഹെ, പക്ഷികൾ എന്താണ് വിത്തുകളൊക്കെ പല സ്ഥലത്തേക്ക്, ഫെലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വ്യാപിപ്പിക്കുക, സ്പ്രെഡ് ചെയ്യുക. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എന്താണ് ചിലന്തിയെ പോലെയും ഈ പക്ഷിയെ പോലെയൊക്കെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അഗർ കോയി ഏക് പ്രാണി ഭി നാ രഹേ തോ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് സക്താ ഹെ. ഇതിൽ ഏതെങ്കിലും ഒരു ജീവി ഇല്ലാതായാല് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ബിഗഡ് സക്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നശിക്കാനായിട്ട് അല്ലെങ്കിൽ ഇംബാലൻസ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആ പ്രകൃതിയുടെ ബാലൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇസ്ലിയെ ഹർ ജീവ് കാ അസ്തിത്വ ജറൂരി ഓർ സാർത്ഥക് ഹെ. അതുകൊണ്ട് തന്നെ ഓരോ ജീവിയുടെയും അസ്തിത്വം എന്ന് പറയുന്നത് ജറൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ സാർത്ഥക് ഹെ, അർത്ഥവത്തായിട്ടുള്ളതുമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് പറയുന്നത്? പ്രകൃതി സബ്കാ ഘർ ഹെ ലഘു ലേഖ് തയ്യാർ കരേ എന്നാണ് പറയുന്നത്. പ്രകൃതി എല്ലാവരുടെയും വീടാണ്, അതിനെ കുറിച്ചിട്ട് ഒരു ലഘു ലേഖ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം അതിന് ആൻസർ നോക്കാം നമുക്ക്. പ്രകൃതി സബ്കാ ഘർ ഹെ ലഘു ലേഖ്. ലേഖ് എഴുതുന്ന സമയത്ത് ഈ പ്രകൃതി സബ്കാ ഘർ ഹെ എന്നുള്ളത് ഹെഡിങ് ആയിട്ട് കൊടുക്കണം കേട്ടോ, ശീർഷകമായിട്ട് കൊടുക്കണം. പ്രകൃതി സബ്കാ ഘർ ഹെ എന്താണ്, പ്രകൃതി എല്ലാവരുടെയും വീടാണ്. യഹ് സിർഫ് ഇൻസാനോ കി രഹനെ കി ജഗ നഹി ഹെ. ഇത് മനുഷ്യന്മാർക്ക് മാത്രം ജീവിക്കാനുള്ള സ്ഥലമല്ല, ബൽക്കി പേഡ് പൗധോ പശു പക്ഷിയോ കീടെ മക്കോടോ സബ്കാ സാझ ആശ്രയ ഹെ. ഇത് എന്താണ്, ബൽക്കി എന്ന് പറഞ്ഞാൽ മറിച്ച്, ഇത് പേഡ് പൗധോ എന്താണ് മരങ്ങൾക്കും ചെടികൾക്കും അതുപോലെ തന്നെ പശു പക്ഷിയോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും, കീടെ മക്കോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ
പുഴുക്കള്, പ്രാണികള്, അങ്ങനത്തെ സാധനങ്ങള്, അതുപോലെ അങ്ങനെയുള്ള എല്ലാത്തിന്റെയും സാझ ആശ്രയ ഹെ, അവരുടെ എല്ലാവരുടെയും ഷെയർഡ് ആയിട്ടുള്ള ഒരു ആശ്രയമാണ് എന്നാണ് പറയുന്നത്. സാझ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർഡ് ആയിട്ടുള്ള എന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വീട് അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. ജैसे घर कहानी में एक ही मकान में इंसान, छिपकली, मकड़ी, चींटी, ततैया, चूहा और गिलहरी सब मिलजुल कर रहते हैं, वैसे ही पूरी प्रकृति में भी हर जीव का अपना സ്ഥാൻ और അധികാർ है. എങ്ങനെയാണോ ഘർ എന്നുള്ള ഈ ഒരു കഹാനിയില് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളില്, മക്കാൻ എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ ഉള്ളില് മനുഷ്യനും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ജീവികൾ എല്ലാവരും മിൽജുൽക്കർ രഹത്തെ ഹെ, ഒന്നിച്ചുകൂടി ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രകൃതിയില് മുഴുവനായിട്ടും ഹർ ജീവ് ക അപ്ന സ്ഥാൻ ഓർ അധികാർ ഹെ, ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനവും അധികാരവും ഉണ്ട് എന്നാണ് പറയുന്നത്. ആജ് ഇൻസാൻ അപ്നെ വികാസ് കെ ലിയെ ജംഗൽ കാട്ട്താ ഹെ, ഇന്ന് മനുഷ്യൻ എന്താണ് സ്വന്തം വികസനത്തിന് വേണ്ടിയിട്ട്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് മനുഷ്യരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ജംഗൽ കാട്ട്താ ഹെ, ഈ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു. നദിയോക്കു പ്രദൂഷിത് കർത്താ ഹെ, ഈ നദികളൊക്കെ പൊല്യൂട്ട് ചെയ്യുന്നു, മലിനീകരിക്കുന്നു. ഓർ പശു പക്ഷിയൊക്കെ ഘർ ഉജാഡ്താ ഹെ, ഉജാഡ്ന എന്ന് വെച്ചാൽ നശിപ്പിക്കുക. അപ്പോൾ ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വീടുകൾ നശിപ്പിക്കുന്നു. ഇസ്സെ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് രഹാ ഹെ, അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിക്കുകയാണ്, ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. ഹമേ യഹ് സമജ്നാ ചാഹിയെ കി ജിസ് തരഹ് ഹം അപ്നെ ഘർ കോ സുരക്ഷിത് और साफ रखना चाहते हैं, उसी तरह प्रकृति के हर छोटे बड़े जीव को भी सुरक्षित घर चाहिए. അപ്പൊ നമ്മള് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹമേ യഹ് സമജ്നാ ചാഹിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ജിസ് തരഹ് ഹം അപ്നെ ഘർ കോ സുരക്ഷിത് और साफ रखना चाहते हैं, എങ്ങനെയാണോ നമ്മൾ നമ്മുടെ വീടിനെ സുരക്ഷിതമായിട്ടും അതുപോലെ തന്നെ സാഫ് എന്ന് വെച്ചാൽ ക്ലീൻ ആയിട്ടും വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഉസി തര അതുപോലെ തന്നെ പ്രകൃതിക്ക് ഹർ ഛോട്ടെ ബഡേ ജീവ് കോ ഭി സുരക്ഷിത് ഘർ ചാഹിയെ, അതുപോലെ തന്നെ ഈ പ്രകൃതിയിലെ എല്ലാ ചെറിയതും വലുതുമായിട്ടുള്ള ജീവികൾക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് വേണം എന്നുള്ളത്. ജബ് ഹം പേട് ലഗാത്തെ ഹെ, പാനി ബച്ചാത്തെ ഹെ और जीवों को नुकसान नहीं पहुंचाते, നമ്മൾ എന്താണ് പേട് ലഗാത്തെ ഹെ, മരങ്ങൾ നടുന്നു, പാനി ബച്ചാത്തെ ഹെ, ജലം സേവ് ചെയ്യുന്നു, എന്താണ് സൂക്ഷിച്ചു ഉപയോഗിക്കുന്നു, അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നു. ഓർ ജീവോ കോ നുക്സാൻ നെഹി പഹുച്ചാത്തെ, അതുപോലെ തന്നെ ജീവികൾക്ക് എന്താണ് നുക്സാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹാനി സംഭവിക്കുന്ന അല്ലെങ്കിൽ അവരിനെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, तो हम असल में अपने और सबके साझा घर പ്രകൃതി की രക്ഷ करते हैं. അപ്പോഴാണ് നമ്മൾ എന്താണ് അസൽമ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തില് സ്വയവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഷെയർഡ് ആയിട്ടുള്ള വീടായിട്ടുള്ള, നമ്മുടേതും മറ്റുള്ളവരുടേതും കൂടിയായിട്ടുള്ള, മറ്റു ജീവികളുടേതും കൂടിയായിട്ടുള്ള ആ ഒരു ഘർ, ആ ഒരു വീട്, അതായത് പ്രകൃതി, അതിനെ രക്ഷിക്കുന്നത്. इसलिए यह कहना सही है कि प्रकृति सबका घर है और इसे बचाना ഹം സബ്കി ജിമ്മെദാരി ഹെ, അതുകൊണ്ട് ഇത് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനെ ബച്ചാന, ഇതിനെ സേവ് ചെയ്യുക, ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഹം സബ്കി ജിമ്മെദാരി ഹെ, നമ്മളുടെ എല്ലാവരുടെയും ജിമ്മെദാരി, റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.